നമസ്കാരം. GCCയിലെ 6-ൽ 3 രാജ്യങ്ങളുടെയും പിറന്നാൾ മാസത്തിലാണ് നാം ഇപ്പോൾ. UAEയുടെ പിറന്നാൾ വിശേഷം 2 ആഴ്ച മുമ്പ് നാം കണ്ടു. ഇനി ബഹ്റൈൻ്റെയും ഖത്തറിൻ്റെയും ദേശീയ ദിന വിശേഷങ്ങളിലേക്ക്, ഒപ്പം ദുബായ് ചലച്ചിത്രമേളയുടെയും ഷാർജയിലെ കുട്ടികളുടെ ബിനാലയുടെയും കാഴ്ചകളിലേക്ക്. 43ാമത് ദേശീയ ദിനം ആഘോഷിക്കുന്ന ബഹ്റൈൻ്റെ വിശേഷങ്ങളാണ് ഇന്നാദ്യം. വ്യവസായ പ്രമുഖൻ MA യൂസഫ് അലിയെ ബഹ്റൈൻ്റെ പരമോന്നത ബഹുമതി നൽകി ആദരിച്ചതും ഈ പവിഴ ദ്വീപിൻ്റെ പിറന്നാൾ ദിനത്തിൽ. വർണ്ണാഭമായ പരിപാടികളോടെ ബഹ്റൈൻ 43ാമത് ദേശീയ ദിനം ആഘോഷപൂർവ്വം കൊണ്ടാടി. രാജകൊട്ടാരത്തിൽ നടന്ന ആഘോഷത്തിൽ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ സല്യൂട്ട് സ്വീകരിച്ചു. പ്രധാനമന്ത്രി ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫ, കിരീടാവകാശി സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ തുടങ്ങി മന്ത്രിമാരും ഷെയ്ഖുമാരും ഉന്നത ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഒട്ടേറെ പ്രമുഖർ പങ്കെടുത്തു. പവിഴ ദ്വീപിന്റെ കരുത്ത് വിളിച്ചറിയിക്കുന്നതായിരുന്നു കര, നാവിക, വ്യോമസേനകളുടെ പരേഡ്. ഡിസംബർ 16 ബഹ്റൈൻ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത്. പിന്നീട് പുരോഗതിയിലേക്ക് കുതിക്കുന്ന ബഹ്റൈന്റെ വളർച്ച പ്രകാശവേഗത്തിലായിരുന്നു. കിഴക്കൻ ഏഷ്യയിൽ ആദ്യമായി പെട്രോൾ കണ്ടെത്തിയതും ബഹ്റൈനിൽ. 1932 പെട്രോൾ കണ്ടെത്തുന്നതുവരെ കടലിൽ നിന്ന് പവിഴമുത്ത് ശേഖരിക്കലായിരുന്നു സ്വദേശികളുടെ പ്രധാന തൊഴിൽ. പ്രകാശവേഗത്തിലായിരുന്നു പിന്നീടുള്ള വളർച്ച. വികസനത്തിന്റെ അത്യുന്നതയിലേക്ക് രാജ്യത്തെ ഉയർത്തുമ്പോഴും സംസ്കാരവും പൈതൃകവും കാത്തുസൂക്ഷിക്കുന്നതിൽ ഭരണാധികാരികൾ അതീവ ശ്രദ്ധ പുലർത്തി വന്നു. രാജ്യവും ജനതയും കഠിന ശ്രമങ്ങളിലൂടെ സ്വന്തമാക്കിയ നേട്ടങ്ങളും പുരോഗതിയും നിലനിർത്താൻ ഐക്യത്തോടെ മുന്നോട്ടു നീങ്ങുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യണമെന്ന് രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ പറഞ്ഞു. വ്യവസ്ഥാപിത നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സ്വതന്ത്ര രാജ്യമെന്ന പദവി നിലനിർത്തുന്നതിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സ്വീകരിക്കേണ്ടത്. ഭരണഘടനയോടും ഭരണാധികാരികളോടും കൂറും സ്നേഹവും പുലർത്തണം. ദേശീയ ദിനാഘോഷത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണമെന്നും രാജാവ് ഓർമ്മിപ്പിച്ചു. പരസ്പര സ്നേഹവും ബഹുമാനവും സൗഹാർദ്ദവും നിലനിൽക്കുന്ന രാജ്യമായി നിലകൊണ്ടതിന്റെ ചരിത്രം മുന്നോട്ടുള്ള പ്രയാണത്തിന് പ്രചോദനമേകുന്നതായി രാജാവ് സൂചിപ്പിച്ചു. രാജ്യത്തിന്റെ നന്മകളും മൂല്യങ്ങളും പാരമ്പര്യവും കാത്തുസൂക്ഷിക്കണം. ശത്രുതയുടെയും വിദ്വേഷത്തിന്റെയും അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് ഭിന്നതയുടെ ആഴം വർദ്ധിപ്പിക്കും. സൗഹാർദ്ദ അന്തരീക്ഷവും സാമ്പത്തിക പുരോഗതിയും സ്വാതന്ത്ര്യവും നിലനിർത്താനുള്ള ശ്രമത്തിന് ഓരോ പൗരന്റെയും പിന്തുണയും രാജാവ് അഭ്യർത്ഥിച്ചു. പ്രമുഖ വ്യവസായിയും ലുലു ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറുമായ MA യൂസഫ് അലിയെ ബഹ്റൈന്റെ പരമോന്നത ബഹുമതി നൽകി ആദരിച്ചതും ഈ ദേശീയ ദിനത്തിൽ. മെഡൽ ഓഫ് ബഹ്റൈൻ, ഓർഡർ ഓഫ് കിങ് എന്ന ബഹുമതി ഹമദ് രാജാവ് യൂസഫ് അലിക്ക് സമ്മാനിച്ചു. വിസാമുൽ ബഹ്റൈൻ പുരസ്കാരം നേടുന്ന ആദ്യ വിദേശിയാണ് യൂസഫ് അലി. രാജ്യത്തെ വാണിജ്യ മേഖലയ്ക്ക് യൂസഫ് അലി നൽകുന്ന സംഭാവനകൾ പരിഗണിച്ചാണ് അംഗീകാരം. ബഹ്റൈൻ ദേശീയ ദിനാഘോഷം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ബഹ്റൈൻ രാജാവ് നൽകിയ ഈ പ്രത്യേക ഹോണർ, ഓർഡർ ഓഫ് കിങ്, എനിക്ക് കിട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുകയും ബഹുമാനപ്പെട്ട രാജാവിനോടും രാജകുടുംബാംഗങ്ങളോടും പ്രത്യേകമായ നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുകയാണ്. ഇനിയും ബഹ്റൈൻ്റെ പുരോഗതിക്ക് വേണ്ടി, ബഹ്റൈൻ്റെ വാണിജ്യരംഗത്തുള്ള ഉയർച്ചയ്ക്ക് വേണ്ടി ഞാൻ എപ്പോഴും പരിശ്രമിക്കുന്നതാണ്. ഇത് വലിയൊരു ഉത്തരവാദിത്തം കൂടിയാണ്. ഇതോടൊപ്പം വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയും ഹമദ് രാജാവ് പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. സൈനിക ശേഷിയും കരുത്തും വ്യക്തമാക്കി ഖത്തർ ദേശീയ ദിനം ആഘോഷിച്ചു. കരയിലും കടലിലും ആകാശത്തിലും ദേശസ്നേഹം തുടിച്ചു നിന്ന കാഴ്ചകൾ കാണാൻ ആയിരങ്ങളാണ് കോർണിഷിലെത്തിയത്. കോർണിഷിൽ നടന്ന പരേഡിൽ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി, പിതൃ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനി എന്നിവർ ഉൾപ്പെടുന്ന ഖത്തർ ഭരണ നേതൃത്വം മുഖ്യാതിഥികളായിരുന്നു. ഖത്തറിന്റെ പ്രതിരോധ ശക്തി വെളിപ്പെടുത്തുന്നതായിരുന്നു സൈനിക പരേഡ്.
ലഖ്വിയ, അമീരിഗഡ്, സിവിൽ ഡിഫൻസ്, ഗതാഗത വകുപ്പ്, പോലീസ് കോളേജ്, കമാൻഡോസ് ഉൾപ്പെടെ ഖത്തറിന്റെ വിവിധ സേനാ വിഭാഗങ്ങൾ പരേഡിന്റെ ഭാഗമായി. കര, വ്യോമ, നാവികസേനയിൽ നിന്നുള്ള എല്ലാ വിഭാഗങ്ങളും പരേഡിൽ അണിനിരന്നു. ദേശീയ അതിർത്തി രക്ഷാ സേന, ഖത്തർ ലീഡർഷിപ്പ് അക്കാദമി തുടങ്ങിയ വിഭാഗവും പങ്കെടുത്തു. അറേബ്യൻ കുതിരകളുടെയും ഒട്ടകങ്ങളുടെയും പ്രത്യേക വിഭാഗവും ഡോഗ് സ്ക്വാഡും പരേഡിൽ അണിനിരുന്നു. പഴയതും പുതിയതുമായ സേനാവാഹനങ്ങളും ഒപ്പം ചേർന്നു. യുദ്ധവിമാനങ്ങൾ ഉൾപ്പെട്ട വ്യോമാഭ്യാസ പ്രകടനമായിരുന്നു പരേഡിന്റെ ശ്രദ്ധാകേന്ദ്രം. കോർണിഷ് റോഡിലൂടെ പരേഡ് നീങ്ങിയപ്പോൾ വിവിധ നിറങ്ങളിലുള്ള പുക വർഷിച്ച് വിമാനങ്ങൾ ആകാശത്ത് വട്ടമിട്ട് പറന്നു. കരയിലും ആകാശത്തും അത്ഭുത കാഴ്ചയൊരുക്കിയ പരേഡ് 1 മണിക്കൂറോളം നീണ്ടു. ഷഫല്ല സെന്റർ, അൽനൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബ്ലൈൻഡ് ഉൾപ്പെടെ വിവിധ സ്കൂൾ കുട്ടികളും അമേരിഗാർഡിന്റെ യൂണിഫോം അണിഞ്ഞ കുട്ടികളും പരേഡിന്റെ ഭാഗമായി. ഹമദ് മെഡിക്കൽ കോർപ്പറേഷന്റെ വാഹനങ്ങളും ബോട്ടുകളും പങ്കെടുത്തു. സേനയുടെ ആധുനിക ഉപകരണങ്ങളും വിമാനങ്ങളും ഇത്തവണ പരേഡിൽ പങ്കെടുത്തെന്ന് പ്രതിരോധ സഹമന്ത്രി മേജർ ജനറൽ ഹമദ് ബിൻ അലി അൽ അത്തിയ പറഞ്ഞു. വിശിഷ്ടാതിഥികളുടെ നീണ്ട നിര പരേഡ് കാണാൻ എത്തിയിരുന്നു. ഗതകാല സ്മരണകളിലേക്കുള്ള തിരിച്ചുപോക്കാണ് ഓരോ ദേശീയ ദിനവും. മഹത്തായ പാരമ്പര്യത്തിന്റെ കണ്ണിയാണ് താനെന്ന ബോധം ഓരോ പൗരനെയും കൂടുതൽ അർപ്പണബോധമുള്ളവരാക്കുന്നു. ഖത്തറിന്റെ സ്ഥാപകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഷെയ്ഖ് ജാസിം ബിൻ മുഹമ്മദ് അൽത്താനി 1878 ഡിസംബർ 18 വിവിധ ഗോത്രവിഭാഗങ്ങളെ ഒരുമിച്ച് ചേർത്ത് അധികാരം ഏറ്റെടുത്തതിന്റെ സ്മരണ പുതുക്കിയാണ് ഡിസംബർ 18 ദേശീയ ദിനമായി ആഘോഷിക്കുന്നത്. ആധുനിക ഖത്തറിന്റെ ചരിത്രം തുടങ്ങുന്നത് അവിടെ മുതലാണ്. ഷെയ്ഖ് ഖലീഫ ബിൻ ഹമദ് അൽത്താനിയിൽ നിന്ന് 1996 മകൻ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനി അമീറായി ചുമതലയേറ്റതോടെയാണ് വികസന രംഗത്ത് മറ്റൊരു യുഗം ആരംഭിച്ചത്. രാജ്യത്തിന്റെ കുതിപ്പിന് ചിറകു നൽകിയ ഷെയ്ഖ് ഹമദ് ദീർഘവീക്ഷണത്തോടെ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കി. കായിക രംഗത്തെ കുതിപ്പിനും ഈ കാലയളവ് സാക്ഷ്യം വഹിച്ചു. 2013 ജൂണിൽ മകൻ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിക്ക് അധികാരം കൈമാറി. ശക്തമായ നിലപാടുകളിലൂടെയും പരിഷ്കാര നടപടികളിലൂടെയും രാജ്യത്തെ മികവിന്റെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുകയാണ് ലോകത്തിലെ തന്നെ പ്രായം കുറഞ്ഞ ഭരണാധികാരികളിൽ ഒരാളായ ഷെയ്ഖ് തമീം. പതിനൊന്നാമത് ദുബായ് രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന് വിജയകരമായ പരിസമാപ്തി. ക്രിസ്മസ് ദിനത്തിലെ കഥ പറയുന്ന ഇൻ ടു ദ വൂഡ്സ് എന്ന ചിത്രത്തിന്റെ പ്രദർശനത്തോടെയാണ് 8 ദിവസത്തെ മേളയ്ക്ക് സമാപനമായത്. അറബ് മേഖലയിൽ നിന്നുള്ള സിനിമകൾ തിളങ്ങിയ മേളയിൽ ഗോയിങ് ടു ഹെവൻ എന്ന സ്വദേശി ചിത്രത്തിനാണ് മുഹർ അവാർഡ്. $100,000 അവാർഡ് തുക. ഇമാറാത്തി ഇയറായി തെരഞ്ഞെടുത്ത വർഷം തന്നെ അറബ് സിനിമ മികവ് കാട്ടി എന്നതിൽ സംഘാടകർക്കും അഭിമാനിക്കാം. 48 രാജ്യങ്ങളിൽ നിന്ന് 34 ഭാഷകളിലായി 118 ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. മുഹർ വിഭാഗത്തിലെ ജൂറി അവാർഡ് മുഹമ്മദ് സ്വൈദിന്റെ ദ കൺഫെഷൻ എന്ന ചിത്രത്തിനാണ്. മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ഐഷ അൽ സാബയുടെ ദ അതർ ഡയമെൻഷൻ നേടി. മുഹർ ഹ്രസ്വചിത്ര വിഭാഗത്തിൽ സാഹിം ഒമർ ഖലീഫയുടെ ദ ദീബാദ് ഹണ്ടർ ജൂറി അവാർഡ് നേടി. ഫീച്ചർ സിനിമയായി സാലിം അബു ജബാലിന്റെ റോഷ്മിയ തെരഞ്ഞെടുക്കപ്പെട്ടു. നോൺ ഫിക്ഷൻ വിഭാഗത്തിൽ നുജും അൽ ഗാനമിന്റെ നിയർ ബൈ സ്കൈക്കാണ് പുരസ്കാരം. യങ് ജേർണലിസ്റ്റ് അവാർഡ് ഷാർജ അമേരിക്കൻ യൂണിവേഴ്സിറ്റി 4ാം വർഷ വിദ്യാർത്ഥി മൈസ് അൽ അമൂരിക്ക് ലഭിച്ചു. സിനിമയിൽ വനിതകളുടെ സാന്നിധ്യവും മികവും വർദ്ധിച്ചു വരുന്നതിന് തെളിവാണ് ഈ പുരസ്കാരങ്ങൾ. From a women's point of view, I just wish we had more women in the narrative department, directing for drama, like drama films, feature film, length films. We don't have any at the moment. There's lots for shorts, but I would love to see more women participating. And I think the numbers every year are increasing. In the past, if you had 3, now we have 35. So it's fantastic. ഒരു മലയാളം ഉൾപ്പെടെ 7 ഇന്ത്യൻ സിനിമകൾ മാത്രമാണ് മേളയിൽ എത്തിയത്.
ഒരേ സമയത്ത് വിവിധ ചലച്ചിത്രമേള നടക്കുന്നതിനാലാണ് കൂടുതൽ ഇന്ത്യൻ സിനിമകൾ എത്തിക്കാൻ സാധിക്കാത്തതെന്ന് ഡിഫ് ചെയർമാൻ സമ്മതിച്ചു. We have an issue because their timing and their circle of cycle is different than anywhere else. Now, if I have a difference in two weeks between a film, a Hollywood film, and I have good relationship with the distributor, I can hold that film for 2 weeks, sometimes to a month. They don't release it in Dubai because they want to release it in the film. Indian film, because they have I understand their business, because they don't have that time, they cannot wait, and they have to include Dubai as in the same day where they are distributing or showing the film everywhere in India. So that's really the challenge of big Indian films in here, nothing else. പുതുതലമുറയെ സിനിമയ്ക്കൊപ്പം നിർത്താനുള്ള വേറിട്ടൊരു പരീക്ഷണവും ആരംഭിച്ചു. മൊബൈൽ ഫോണിൽ സിനിമ ചിത്രീകരിക്കാനുള്ള പദ്ധതിയാണിത്. എന്നാൽ പതിവ് ശൈലിയിൽ നിന്നും വഴി തിരിച്ചുവിട്ടില്ല എങ്കിൽ വരും കാലങ്ങളിൽ സിനിമയ്ക്ക് ആളെ കിട്ടാതെ വരുമെന്ന ആശങ്കയുമുണ്ട്. Ask the man why the carpet he wished to sell was so expensive. Come on, cuddle up. What's the magic word? The one that makes the carpet fly. Tengu. That's it, Tengu. My prince. ഓസ്കാർ അവാർഡ് ജേതാവ് റസൽ ക്രോ ആദ്യമായി സംവിധാനം ചെയ്ത ദ വാട്ടർ ഡിവൈനറാണ് ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു ചിത്രം. ഒന്നാം ലോക മഹായുദ്ധാനന്തരം സാധാരണക്കാരായ ആയിരങ്ങൾക്ക് നഷ്ടപ്പെട്ട ജീവിതത്തിന്റെ നേർചിത്രമാണ് പ്രമേയം. ഗൽപോളി യുദ്ധത്തിന് ശേഷം നഷ്ടപ്പെട്ട 3 മക്കളെ അന്വേഷിച്ച് ഓസ്ട്രേലിയൻ കൃഷിക്കാരനായ ജോഷുവ കോർണർ തുർക്കിയിൽ എത്തുന്നതും ഇവിടെ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളുമാണ് കഥയുടെ പ്രമേയം. ചിത്രത്തിലെ അവിസ്മരണീയ അനുഭവം പങ്കുവച്ച നായിക ചരിത്ര സിനിമയ്ക്കൊപ്പം സഞ്ചരിക്കുക എന്നതായിരുന്നു വെല്ലുവിളിയെന്നും കൂട്ടിച്ചേർത്തു. Working with Russell was great because he's an actor. He really knows how an actor feels and what an actor needs in order to have right circumstances for acting. So he really provides that. I was playing a Turkish woman. I had to emerge in that culture, do lots of research. It's also a period film. It's happening 100 years ago. So I had to also go back, as I said, of course, learn Turkish, and that was a big challenge for me. കുറഞ്ഞ കാലം കൊണ്ട് ലോകത്തെ മികച്ച 10 ചലച്ചിത്രോത്സവങ്ങളിൽ ഒന്നാകാൻ ദുബായിക്ക് സാധിച്ചത് സംഘാടന മികവും സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ കാണിച്ച സൂക്ഷ്മതയുമാണ്. ദുബായിയെ ലോക സിനിമയുടെ കേന്ദ്രമാക്കുകയാണ് അടുത്ത ലക്ഷ്യം. അതുകൊണ്ട് തന്നെ വരും വർഷങ്ങളിൽ വ്യത്യസ്തമാർന്ന ലോകോത്തര സിനിമകൾ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രേക്ഷക ശ്രദ്ധ നേടിയ മലയാള തമിഴ് ചിത്രങ്ങളുടെ വിശേഷങ്ങളിലേക്ക് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. ദുബായ് ചലച്ചിത്രോത്സവത്തിൽ അവതരിപ്പിച്ച മലയാള തമിഴ് സിനിമകൾ പ്രമേയത്തിലെ വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയമായി. ഞാൻ സ്റ്റീവ് ലോപ്പസ്, കാക്കമുട്ടൈ എന്നീ സിനിമകളാണ് പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ചേക്കേറിയത്. മിഥ്യയും യാഥാർത്ഥ്യവും ഇടകലർന്ന ജീവിത മുഹൂർത്തങ്ങളുടെ സത്യസന്ധമായ ആവിഷ്കാരമാണ് രാജീവ് രവിയുടെ ഞാൻ സ്റ്റീവ് ലോപ്പസ്. നിലവാര തകർച്ചയും വാണിജ്യ പ്രതിസന്ധിയും നേരിട്ടുകൊണ്ട് പകച്ചു നിൽക്കുന്ന മലയാള സിനിമയിൽ വേറിട്ടൊരു പരീക്ഷണം. താരരാജാക്കന്മാരില്ലാതെ വിപ്ലവകരമായ മാറ്റം. സാമൂഹിക ജീവി എന്ന നിലയിൽ മലയാളി നേരിടുന്ന പ്രതിസന്ധികളും സമൂഹത്തോടുള്ള ഉത്തരവാദിത്വവും സമ്മിശ്രമായി ചിത്രീകരിച്ചിരിക്കുന്നു. വ്യക്തിപരമായ താല്പര്യങ്ങൾക്കപ്പുറത്ത് സമൂഹത്തിന്റെ താല്പര്യങ്ങൾക്ക് ചിത്രം ഊന്നൽ നൽകിയിരിക്കുന്നു. ഈ സവിശേഷതകൾ ചിത്രത്തെ ലോക സിനിമാ വേദിയിലെത്താൻ സഹായിച്ചു. ഫസ്റ്റ് ഫിലിം തന്നെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യമായിട്ടും അതിലുപരി ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പം ഡിഫിൽ വന്നു, ഇപ്പം ഇന്ത്യൻ പനോരമയിൽ സെലക്റ്റായി. അപ്പം അങ്ങനെ ഒരു ആദ്യത്തെ പടം തന്നെ ഇങ്ങനെയൊക്കെ കിട്ടിയത് ഐ കുഡന്റ് ഹാവ് ആസ്ക് ഫോർ എ ബെറ്റർ ഡെബ്യൂ. അപ്പം എല്ലാ രീതിയിലും നല്ലതാണ്. നിയമങ്ങളെ വെള്ളം തൊടാതെ വിഴുങ്ങി ജീവിക്കുന്നവർക്ക് മുന്നിലാണ് സ്റ്റീവ് ലോപ്പസിനെ പ്രതിഷ്ഠിക്കുന്നത്. കൊട്ടേഷൻ ഗുണ്ടകൾ സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമായോ എന്ന ചോദ്യം പ്രേക്ഷകനും ചോദിക്കുന്നുവെങ്കിൽ സന്ദേശം കൈമാറാൻ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചു എന്നർത്ഥം. സുഹൃത്തുക്കളോടൊപ്പം മദ്യപിച്ചും കാമുകിയോട് സല്ലപിച്ചും പഠനത്തിൽ ഉഴപ്പിയും ജീവിക്കുന്ന സ്റ്റീവ് ലോപ്പസ് മിഥ്യാലോകത്തിന് പുറത്തിറങ്ങുമ്പോഴാണ് ജീവിതം എന്ന അതിവിചിത്രമായ സമസ്യയെ നേർക്കുനേർ കാണുന്നത്. പുതുവഴികൾ തേടുമ്പോൾ ചെന്നെത്തുന്ന അപ്രതീക്ഷിതമായ ജീവിത മുഹൂർത്തങ്ങളും ഇതുമൂലമുണ്ടാകുന്ന വെല്ലുവിളികളും തനിമയോടെ വരച്ചുകാട്ടുന്നു. ആക്ച്വലി ഞാൻ ഭയങ്കര സർപ്രൈസ് ആയിരുന്നു ഇവിടെ. ഭയങ്കര ഒരു എന്താ പറയുക, അപ്പാർട്ട് ഫ്രം ദ സ്ക്രീനിങ് മൂവീസിൻ്റെ ഇതൊക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ അല്ലാതെ കിട്ടുന്ന ട്രീറ്റ്മെൻറ്റും ആ ഒരു ലക്ഷറിയും അതൊക്കെ ഭയങ്കര ഞാൻ എക്സ്പെക്ട് ചെയ്തതിലും ഭയങ്കര കൂടുതലായിരുന്നു. മൂവീസ് ആസ് യു നോ എല്ലാം ഇവിടെ വരുന്ന ഫിലിംസിനെല്ലാം ഒരു ക്വാളിറ്റി ഉണ്ട്, ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഉണ്ട് എല്ലാത്തിനും. അപ്പം ഫിലിംസ് എൻജോയ് ചെയ്ത പുറമെ
കിട്ടിയ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റും ഇവിടെ ആൾക്കാർ നമ്മളെ ട്രീറ്റ് ചെയ്തതും എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് എല്ലാ കാര്യങ്ങളും കൂടെ ഒരാൾ കാണും. അങ്ങനെ കിട്ടിയ ട്രീറ്റ്മെൻറ്റ് ഭയങ്കര സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്തായിരുന്നു. നിറക്കൂട്ടുകളില്ലാത്ത ജീവിതത്തിന്റെ നേർക്കാഴ്ചയുമായി ലോക സിനിമാ വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച കാക്കമുട്ടെ ജുമേറ ബീച്ച് റെസിഡൻസിലെ ഓപ്പൺ തിയേറ്ററിലും കാണികൾക്ക് വിരുന്നായി. സമൂഹത്തിലെ പച്ചപരമാർത്ഥങ്ങളിലേക്ക് നേരെ ക്യാമറ തിരിച്ചുവെച്ചപ്പോഴാണ് കാക്കമുട്ടെ എന്ന തമിഴ് സിനിമ യാഥാർത്ഥ്യമായതെന്ന് സംവിധായകൻ എം മണികണ്ഠൻ. ചമയങ്ങളില്ലാത്ത യഥാർത്ഥ നായകനാണ് ചിത്രത്തിന്റെ മുതൽക്കൂട്ട്. പുതിയ വസ്ത്രവും മൊബൈലും നല്ല ഭക്ഷണവുമെല്ലാം ടിവിയിൽ അത്ഭുതത്തോടെ കാണുന്ന രണ്ട് പാവപ്പെട്ട കുട്ടികൾ പിസ കഴിക്കാൻ ആഗ്രഹിക്കുന്നതും അതിനായി നടത്തുന്ന ശ്രമങ്ങളുമാണ് പ്രമേയം. ഗ്ലോബലൈസേഷൻ வரப்போ எல்லாம் மாறுறப்போ அதுவும் மாறுது. அது மாறுறப்ப என்ன ஆகும்னா ஒரு நான் பிளைனாக கல்ச்சர் வேணும்னு சொல்லலை. உங்களுக்கு இப்போ இந்த மாடர்னான உலகத்தில் கூட என்ன வேணுமோ உங்கள் உடம்புக்கு என்னன்னு, இப்போ நான் ஒரு இந்தியன்னா நான் என்னோட டெம்பரேச்சர் லெவலுக்கு ஏற்ற மாதிரி என்னோடய ஃபுட்டு, என்னோட ட்ரெஸ்ஸு, இது எல்லாமே நான் அதை என்னோட முன்னோர்கள்கிட்ட இருந்து தான் நான் எடுத்துக்கணும். அதை மிஸ் பண்ணுறோம் அப்படின்றது மட்டும்தான் அந்த படத்தில் சொல்ல விரும்புகிறது. പതിവ് മസാലക്കൂട്ടുകളിൽ നിന്ന് സിനിമയെ മോചിപ്പിച്ച് പുതിയൊരു സംസ്കാരത്തിന് തുടക്കമിടുകയായിരുന്നു മണികണ്ഠൻ. ആടാനും പാടാനും എതിരാളികളെ ഇടിച്ചു വീഴ്ത്താനുമെല്ലാം കഴിയുന്ന നായകന്മാരുടെ കാലം കഴിഞ്ഞെന്നാണ് ഇദ്ദേഹത്തിന്റെ പക്ഷം. സിനിമയിൽ പാട്ടും ഡാൻസും എല്ലാം ആകാം, അതെല്ലാം നായകൻ തന്നെ ചെയ്യുമ്പോഴാണ് അരോചകമാവുന്നത്. என்னை பொறுத்தவரை என்னன்னா, நீங்கள் சொன்ன மாதிரி அந்த ஒரு சாங்ஸ்க்கோ ஒரு காமெடிக்கோ ஒரு ஃபைட் சீக்வன்ஸ்க்கோ எந்த ரீசனே இல்லாமல் அதை உடனே ஒரு தனியாக வச்சு அதை ட்ரீட் பண்ணுறது நல்லா இருக்காது. அப்போ எனக்கு பிடிக்கல. எனக்கு என்னோட கேரக்டர்ஸ் திடீர்னு பாடி ஆடுறதோ பிடிக்கல. இன்கேஸ் அவங்க ஆடுறாங்கன்னா நம்ம நேச்சுரலாக என்ன லைஃப்பில் நம்ம எப்படி பாடுறோமோ ஆடுறோமோ அந்த மாதிரி இருக்கும். இல்லைன்னா ஒரு சிங்கராக இருக்கணும் படத்தில். പരീക്ഷണങ്ങളുടെ വേദിയാണ് തമിഴ് സിനിമകൾ. എങ്കിലും ഹോളിവുഡ് ചിത്രങ്ങളുടേതുപോലുള്ള സൗഭാഗ്യത കൈവരിക്കാനായിട്ടില്ല. സാധാരണക്കാരുടെ ഭാവങ്ങളിൽ മായം ചേർക്കാതെ അതേപടി അവതരിപ്പിക്കാനാണ് കാക്കമുട്ടയിൽ ശ്രമിച്ചത്. സാങ്കേതിക വിദ്യയുടെ മേന്മ ലോ ബജറ്റ് ചിത്രങ്ങൾക്ക് ഗുണകരമാകുന്നു. എന്നാൽ നല്ല സിനിമകൾക്ക് നിർമ്മാതാക്കളെ കിട്ടാത്ത അവസ്ഥയുണ്ടെന്നും പറയുന്നു. எக்யூப்மெண்ட்டை பேஸ் பண்ணி அதிகமாக இருக்கிறதுனால சின்ன படங்கள் கூட அந்த ஒரு பெரிய பட்ஜெட் மூவிஸுக்கு தேவையான எக்யூப்மெண்ட் இருந்தால் தான் எடுக்க முடியும்னு நினைக்கிறாங்க. அதனால் நல்ல ஸ்கிரிப்ட்லாம் எடுக்க முடியாமையே போயிட்டே இருக்கு. அது குறையா கூட சொல்லலை. அது கொஞ்சம் அவங்களுக்கு அந்த நெக்ஸ்ட் டெக்னாலஜியோட அவேர்னஸ் கம்மியாக இருக்கிறதுனால முந்தி ஒரு 3 எக்யூப்மெண்ட்டில் செஞ்சதை இப்போ ஒரு எக்யூப்மெண்ட்டில் பண்ணலாம். சில திங்ஸ் ஓனாகவே வாங்கி வைக்கலாம், ஒன்றும் பிரச்சனை இல்லை. நான் சொல்கிறது இண்டிபெண்டன்ட் ஃபிலிம் மேக்கர்ஸ்க்கு. யாரானால சில ஸ்கிரிப்டுக்கு நல்ல ஸ்கிரிப்டுக்கு ப்ரொഡ്യൂസേഴ്സ് கிடைக்கலையோ, കമ്മിயான പണം ഇരിക്കോ അവങ്ങൾക്ക് சொல்றேன். ആഗോളവൽക്കരണത്തിനൊപ്പം സ്വയം മാറുന്ന ജനതയെ തടയേണ്ടതില്ല. പക്ഷേ സ്വത്വത്തെ അറിഞ്ഞുള്ള മാറ്റമായിരിക്കണം എന്ന് മാത്രം. കാക്കമുട്ടയ്ക്ക് വിദേശത്തും വൻ വരവേൽപ്പാണ് ലഭിച്ചത്. ദുബായ്, ടൊറന്റോ ഉൾപ്പെടെ രാജ്യാന്തര മേളകളിലും പ്രദർശിപ്പിച്ചു. ഷാർജ ആർട്ട് മ്യൂസിയത്തിൽ നടക്കുന്ന കുട്ടികളുടെ പിന്നാലെ മുതിർന്നവരെയും ആകർഷിക്കുന്നു. കുരുന്നു പ്രതിഭകളുടെ തിരഞ്ഞെടുത്ത ചിത്രങ്ങളുടെ പ്രദർശനം ഫെബ്രുവരി 9 വരെ തുടരും. UAE സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ പത്നിയും ഫാമിലി അഫയേഴ്സ് സുപ്രീം കൗൺസിൽ ചെയർപേഴ്സണുമായ ഷെയ്ഖ ജവഹർ ബിൻ മുഹമ്മദ് അൽ ഖാസിമി പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. അറബേതര രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ച 1066 അപേക്ഷകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ചിത്രങ്ങൾ, ശില്പങ്ങൾ, ഇൻസ്റ്റലേഷൻ, ഫോട്ടോഗ്രഫി, മൾട്ടിമീഡിയ എന്നിങ്ങനെ 550 കലാസൃഷ്ടികൾ മ്യൂസിയത്തിന്റെ അകത്തളങ്ങളെ സമ്പന്നമാക്കുന്നു. ചോദ്യങ്ങൾ എന്ന പ്രമേയത്തിലാണ് പ്രഥമ ബിനാലെ. This is the 4th year for Sharjah Children's Biennale, and under the theme of questions, where all the questions of children transformed to an artwork using different mediums like paintings, photograph, films, animation and installation. 6, 9, 10, 13, 14, 18 എന്നീ പ്രായത്തിലുള്ള കുട്ടികളുടെ ചിത്രങ്ങൾ 3 വിഭാഗങ്ങളിലായാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. UAEയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പങ്കെടുത്തത്. 428 പേർ. ചെക്ക് റിപ്പബ്ലിക്, ജോർദാൻ, പാകിസ്ഥാൻ, ദക്ഷിണ കൊറിയ, ഈജിപ്ത്, സുഡാൻ, അമേരിക്ക, ദക്ഷിണാഫ്രിക്ക, ഓസ്ട്രേലിയ, സിറിയ എന്നീ രാജ്യങ്ങളിലെ കുട്ടികളുടെ പങ്കാളിത്തവും
ബിനാലെയെ സവിശേഷമാക്കുന്നു. Yes, like every children organization here in the UAE were involved to create an art and they were involved also in the workshops. Like the cancer children, the workshop we did for the cancer children, we use it for advertising, you know, everywhere, like in the street, on the buses and taxis. സന്ദർശകർക്ക് കലയെ സംബന്ധിച്ച സംശയ നിവാരണം നടത്താനും അവരുടെ അഭിരുചിക്കനുസരിച്ച് ചിത്രം വരയ്ക്കാനും സൗകര്യമുണ്ട്. എവിടെ, എങ്ങനെ, എപ്പോൾ, ആര്, എന്ത്, എന്തുകൊണ്ട് എന്നീ ചോദ്യങ്ങളാണ് ഓരോ വിഭാഗത്തിന്റെയും ശീർഷകം. When we say questions, we ask the questions and we ask the children to ask their questions, ask it and answer it artistically. We know that the children between the ages of 6 to 18 are very curious and inquisitive. So we said, well, why not give them a chance to ask their questions, and anything that comes to mind they can answer via art. ഫെബ്രുവരി 9 വരെ നടക്കുന്ന പരിപാടിയിൽ യുവകലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ശില്പശാലകളും സെമിനാറുകളും ചർച്ചകളും നടക്കുന്നുണ്ട്. ചിത്രങ്ങൾ, ശില്പങ്ങൾ, 3D മാതൃകകൾ, അക്രിലിക് പെയിന്റിംഗ് എന്നിവയിൽ പരിശീലനവും നൽകുന്നു. We had like 29 workshops to create a group work with the kids. So artists based and locals and based in the UAE, they were doing these workshops with the kids to teach them new technique, to teach them that art is not just painting and colors. They used a lot of mediums around them. പ്രത്യേക പരിചരണം ആവശ്യമുള്ള കുട്ടികളെയും മറ്റുള്ളവരോടൊപ്പം ഉൾപ്പെടുത്തുന്നുണ്ട്. അൽത്തുവാം ആശുപത്രി ക്യാൻസർ വാർഡിലെ കുട്ടികളുടെ പങ്കാളിത്തമാണ് ഇത്തവണത്തെ പ്രത്യേകത. ഇവരുടെ കലാസൃഷ്ടികളാണ് ബിനാലെയുടെ പ്രചരണത്തിനായി ഉപയോഗിക്കുന്നത്. ചിത്രം വിറ്റുകിട്ടുന്ന തുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കും. After the exhibition, all this artwork is going to be auctioned off, and proceeds are going to go to ANA, which is a childhood cancer foundation organization in the UAE. കുട്ടികൾക്ക് ഷാർജയുടെ വിവിധ ഭാഗങ്ങളിലും മസാഫി, റാസൽ ഖൈമ എന്നിവിടങ്ങളിലും സന്ദർശനം ഒരുക്കും. ഗൾഫിൽ ആദ്യമായാണ് കുട്ടികളുടെ ബിനാലെ സംഘടിപ്പിക്കുന്നത്. ഷെയ്ഖ ജവഹർ ബിൻ മുഹമ്മദ് അൽ കാസിമിയുടെ രക്ഷാകർതൃത്വത്തിൽ ഷാർജ മ്യൂസിയം വിഭാഗവുമായി സഹകരിച്ചാണ് പ്രദർശനം. ദുബായിയുടെ ആകാശത്ത് മറ്റൊരു സാഹസിക കാഴ്ചയുടെ ചിറകു വിടർന്നു. ജെറ്റ്മാൻ എന്നറിയപ്പെടുന്ന എസ് റോസിയാണ് മേഘങ്ങൾക്കിടയിലൂടെ ചീറിപ്പാഞ്ഞത്. 55 കിലോ ഭാരമുള്ള പ്രൊപ്പല്ലർ ജാക്കറ്റ് ധരിച്ച് 200 കിലോമീറ്റർ വേഗത്തിലായിരുന്നു ആകാശവിസ്മയം. To fly alone is great, but to fly with another guy is much greater. ഗൾഫ് ദിസ് വീക്കിന്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: പ്രൊഡ്യൂസർ, ഗൾഫ് ദിസ് വീക്ക്, PO Box 502638, ദുബായ് മീഡിയ സിറ്റി, UAE. ഫോൺ 04374891, ഫാക്സ് 0442646646, ഇമെയിൽ mmtvdubai@gmail.com.